നമസ്കാരം. വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധം. അൻവർ സാദത്ത് MLA. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളായ സുന്നി മഹല്ല് ഫെഡറേഷൻ, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആലുവ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്രസകൾ മനുഷ്യസ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും അവ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ മതങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുടെ സൃഷ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതലുമുള്ളതും ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളത് കൊണ്ടാണ് അവർക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി ആയാലും അമിത്ഷായാലും ഇത് നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം ജനാധിപത്യ മതേതരത്വ മൂല്യമുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം, ഈ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ, മഹാത്മാഗാന്ധി അടക്കം, പണ്ഡിറ്റ് അടക്കമുള്ള നേതാക്കന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയപ്പോൾ എത്രയോ മഹാരഥന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഈ രാജ്യത്ത് വഖഫ് നിയമം അടക്കം പല നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ സമുദായങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട്, ആ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ വഖഫ് നിയമം നേരത്തെ അല്ലെങ്കിൽ ഒരു കാര്യമില്ല, അവിടെ ആർക്കും ഒരു പരാതിയോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവര് പറഞ്ഞ സതുദ്ദേശത്തോടുകൂടി, ഇല്ല സതുദ്ദേശമല്ല, ഇവിടെ ദുരുദ്ദേശമാണ് ഈ ബില്ല് കൊണ്ടതിലൂടെ ഉള്ളതെന്ന് പകൽ പോലെ സത്യമാണ്. എന്താണ് വഖഫ് ബോർഡിന്റെ മാത്രം നിയമം കൊണ്ടുവരുന്ന കാര്യങ്ങൾ വരുന്നത്? അത് നിയമസഭയിൽ പാർലമെന്റിൽ KC വേണുഗോപാൽ ഞാൻ ചോദിച്ചപ്പോൾ മറ്റുള്ള മതസ്ഥരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഇടപെട്ടാൽ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതുപോലെ ഇടപെട്ടാൽ അതെന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസം, സത്യം പറഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാണ്. മദ്രസയിൽ വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. നമുക്കറിയാം, മദ്രസയിൽ ദീനീയമായ പഠനമാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുകയാണ്, ഏത് മഹാത്മാഗാന്ധിയെ പറയുന്നത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.